നമുക്കിത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ഒരു ആറ്റത്തിന്റെ ബേസിക് സ്ട്രക്ചർ മനസ്സിലാക്കണം. ഒരു ആറ്റത്തിനകത്ത് ന്യൂക്ലിയസ് ഉണ്ട്, അതിന്റെ ചുറ്റും ഇലക്ട്രോൺസ് ഉണ്ട്. ഇതാണല്ലോ ഒരു ആറ്റം. ആ ന്യൂക്ലിയസിന്റെ അകത്ത് പ്രോട്ടോണും ഉണ്ട്, ന്യൂട്രോണും ഉണ്ട്. അപ്പോൾ തൽക്കാലം നമ്മുടെ കഥയ്ക്ക് ഇലക്ട്രോൺ വലിയ റോളൊന്നുമില്ല, അവിടെ ഇലക്ട്രോൺ അങ്ങ് മാറ്റിയേക്കാം. നമ്മുടെ കളി മൊത്തം നടക്കുന്നത് ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ്. അപ്പോൾ ഈ ന്യൂക്ലിയസിന്റെ അകത്ത് എന്തുണ്ട്? ന്യൂക്ലിയസിന്റെ അകത്ത് പ്രോട്ടോണും ഉണ്ട്, ന്യൂട്രോണും ഉണ്ട്. അതിൽ ന്യൂട്രോണ് ചാർജ് ഒന്നുമില്ല, പ്രോട്ടോൺ ആണെങ്കിൽ പോസിറ്റീവ് ചാർജ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പോസിറ്റീവ് ചാർജ് ഉള്ള ഐറ്റംസ് കുറെ എണ്ണം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അവർ റിപ്പൽ ചെയ്യില്ലേ? നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, നിങ്ങളൊരു മാഗ്നറ്റ് എടുക്കുക, അതിന്റെ നോർത്തും വെച്ച് എന്ത് സംഭവിക്കും? അത് റിപ്പല്ലാവും അല്ലേ? അപ്പോൾ ഈ നോർത്തും ഇങ്ങനെ പിടിച്ചു നിർത്തണമെങ്കിൽ ഇപ്പൊ നമ്മളിങ്ങനെ ഒരു മാഗ്നറ്റ് എടുത്തിട്ട് ഈ നോർത്തും ഇങ്ങനെ പിടിച്ചു വെച്ചാൽ അവിടെ ഇരുന്നോളും. പക്ഷെ അതിങ്ങനെ വെറുതെ ഇട്ടുകഴിഞ്ഞാൽ അത് തെന്നിപ്പോവും, റിപ്പല്ലായി പോകും. അപ്പോൾ ഇത് തന്നെയാണ് ന്യൂക്ലിയസിന്റെ അകത്ത് സംഭവിക്കണേ. ന്യൂക്ലിയസിന്റെ അകത്ത് ഈ പ്രോട്ടോൺസ് മാത്രം ഇരിക്കുകയാണെങ്കിൽ അവന്മാർ തമ്മിൽ അടി ഉണ്ടാക്കി തെറിച്ചു പോകും. കാരണം എന്താണ്? അവർ റിപ്പൽ ചെയ്യും, പോസിറ്റീവും റിപ്പൽ ചെയ്യും. അപ്പോൾ ഈ പോസിറ്റീവുമായ പ്രോട്ടോണെ റിപ്പല് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയാണ് അതിന്റെ അകത്ത് എന്തുള്ളത്? ന്യൂട്രോൺസ് ഉള്ളത്. അപ്പൊ ന്യൂട്രോൺസിന്റെ പണി എന്ന് വെച്ചാൽ എന്താണ്? ന്യൂട്രോൺസിന്റെ പണി ഈ പോസിറ്റീവുമായ പ്രോട്ടോൺസിനെ തമ്മിൽ അതിന്റെ റിപ്പൾസീവ് ഫോഴ്സിനേക്കാളും കൂടുതൽ എനർജി ഇങ്ങനെ കൊടുത്തിട്ട് അവന്മാരൊക്കെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ്. അത് ന്യൂട്രോൺസിനെ പണി എന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് പ്രോട്ടോൺസിനെ അടക്കി ഒതുക്കി നിർത്തുക എന്നുള്ളതാണ്. പീരിയോഡിക് ടേബിളിൽ ആദ്യത്തെ എലമെന്റ് എടുത്ത് നോക്കുക, ഹൈഡ്രജൻ. ഈ ഹൈഡ്രജന് ഒരു പ്രോട്ടോൺ ഉണ്ട്, അവന് ഒറ്റ ന്യൂട്രോണും ഇല്ല. എന്നിട്ട് അവൻ സ്റ്റേബിൾ ആണ്. കാരണം എന്താണ്? കാരണം ഒറ്റ പ്രോട്ടോൺ ഉള്ളൂ. അതായത് ഒരു മാഗ്നറ്റ് മാത്രം വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, അവനോട് അടങ്ങി ഒതുങ്ങിയിരുന്നുള്ളൂ. ഒറ്റ പോസിറ്റീവ് ചാർജ് ഉള്ളൂ. അപ്പോൾ ന്യൂട്രോൺ വേണമെന്നില്ല. ഇനി ഹീലിയം നോക്കിക്കേ, 2 പ്രോട്ടോണും 2 ന്യൂട്രോണും ഉണ്ട്. ഹൈഡ്രജനെ പോലെ ന്യൂട്രോൺ ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? അവന്മാരുടെ 2 പ്രോട്ടോൺ തമ്മിൽ റിപ്പൽ ചെയ്ത് ഹീലിയം ആറ്റം തന്നെ സ്റ്റേബിൾ ആവാണ്ട് ചെതറിയനെ.